ഹാപ്പി വാലന്റൈൻസ് ഡേ. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. ഇന്നലെ ഞാനാണെങ്കിൽ റേഷൻ കടയിൽ പോയായിരുന്നു. ഒരു 5-6 മണി സമയത്ത് റേഷൻ കടയിൽ പോയായിരുന്നു കേട്ടോ. ഞാൻ റേഷൻ അരിയൊക്കെ വാങ്ങിച്ച് തിരിച്ചു വന്നു കേട്ടോ. അപ്പം ഗോതമ്പ് കിട്ടിയില്ല. അപ്പം ഞാൻ അതിൻ്റെ വിഷമത്തിൽ തിരിച്ചു വരായിരുന്നു. തിരിച്ചു വന്ന വഴിക്ക് ഞാൻ കടയിൽ കയറി പാലും കൂടെ വാങ്ങിച്ച്. റേഷൻ അരി കിട്ടിയില്ലേ, അപ്പം കഞ്ഞി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെറുപയറും കൂടെ വാങ്ങിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു പയ്യനിങ്ങനെ ഓടി കടയിലോട്ട് കയറി വന്ന് ഒരു 5-6 ക്ലാസ്സൊക്കെ ഒരു പ്രായം തോന്നിക്കും കേട്ടോ. കയ്യില്ലാത്ത ഒരു ബനിയനും ഒരു നിക്കറൊക്കെ ഇട്ട് ഓടിക്കയറി വന്നു കേട്ടോ. ഞാൻ വിചാരിച്ചാൽ കമ്പൂട്ട അയ്യാ സിപ്പപ്പ ചോക്കിയൊക്കെ വാങ്ങിക്കാനായിരിക്കും കേട്ടോ. ഞാനങ്ങനെ ആ ചെറുപയർ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് എവോ ഓടിക്കൊണ്ട് വന്നിട്ട് മാവൻ 40 ഒരു ഡയറി മിൽക്ക് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് എനിക്ക് അങ്ങനെ ഒന്നും കത്തിയൊന്നുമില്ല. ഡയറി മിൽക്ക് വാങ്ങിക്കട്ടെ എന്ന് ചോദിച്ചു. എന്നിട്ട് ഞാനിങ്ങനെ ആലോചിച്ച് നാളെ വാലന്റൈൻസ് ഡേ. അപ്പോൾ എനിക്ക് അതുമായിട്ട് കണക്റ്റഡ് ആയി കേട്ടോ. ഞാനിങ്ങനെ ആലോചിച്ച് അമ്പടി എന്നുള്ളൊരു മൈൻഡ് വാസ് എൻ്റെ മനസ്സിൽ വന്നെങ്കിലും ഞാൻ പുറത്ത് കാണിച്ചില്ല കേട്ടോ. ഞാനങ്ങനെ ആ പയറും എടുത്തിങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. മറ്റേ റീലൊക്കെ പറയുന്ന പോലെ നമ്മൾ കൊച്ചായിരുന്നപ്പോഴത്തേക്കും ചേട്ടന്മാരിങ്ങനെ ഡയറി മിൽക്ക് പൂവൊക്കെ കൊടുക്കുന്നുണ്ട്. അതേ തന്നെ ഞാൻ വലുതായപ്പോഴത്തേക്കും കൊച്ചുള്ളവരതുപോലെ കൊടുക്കണം. കാലം പോണ പോക്കേ നമ്മളൊക്കെ വെറും ഒണ്ണകളാണ് കേട്ടോ. അപ്പോൾ